സഖാക്കളെ, പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല നാട്ടുകാരുടെ ഇടയിൽ ഒരു പരാതി ഉണ്ട്. ഹലോ, ഞാനിപ്പോൾ ഇത് ആരോടാ പറയുന്നേ? ഇതന്നെ 24 മണിക്കൂർ ഇതിൻ്റെ മോൾ ഇങ്ങനെ വരച്ചു കളിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സാപ്പിലിടാം. എന്തേ? രമേശോ, ഇതാരും മാധവനോ? എന്തൊക്കെയാണ് സാറല്ലേ? ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ, നമ്മളെ മഹാരാജസില് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി 2 കൊല്ലം. പിന്നെ പരിപാടിക്കും കേക്കല്ലേ. ഹലോ നമസ്തേ, ഗംഭീരാവുണ്ട്. എന്തേ ഇവിടെ? അപ്പം പ്ലാവാണ് പ്രശ്നം. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല. കയ്യും കാലും വെട്ടിക്കാണുമ്പോ ഇന്ന് തന്നെ വെട്ടാ. എന്തേ വെട്ടാണ്ട പറയും? ഒരു കയ്യും കാലും വെട്ടണ്ട. എന്റെ പ്രശ്നം പ്ലാവാണ്. ഞാൻ കുറെ നാൾ നടന്നാണ് പാർട്ടി എന്നെ സഹായിക്കണം. എന്നായി ഒന്ന് കേട്ടോ, പാർട്ടി ഇടപെട്ട് കഴിഞ്ഞ് ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ തോൽക്കുണ്ടെന്ന് ചെറിയൊരു ആരോപണം ഉണ്ട് പുറത്ത്. അത് ശരിയാണ്. എന്നാ കേട്ടോ, കൊമ്പല്ല പ്ലാവ് എന്ന വെട്ടിക്കാളെ നമുക്ക്. പിന്നെ സംസ്ഥാന സമ്മേളനമൊക്കെയാണ് വരുന്നത്. നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും. ഒരു 1000 രൂപ ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അതിന്റെ കൂടുതൽ പൂജ കൂടി കൂട്ടിക്കോ. 10,000 രൂപ? അല്ല, അത് അഡ്വാൻസ്. പിന്നെ പ്ലാവ് മുറിച്ച് കഴിക്കുമ്പോ ബാക്കി റെഡിയാക്ക. ധൈര്യമായിട്ട് നിന്നോ, പാർട്ടിയല്ലേ പറയുന്നേ. അത് ബാക്കി ഓഫീസിലെത്തിക്കാം. ഫീസ് എത്രയായാലും സാരമില്ല, ഇതിന്റെ ഒരു കൊമ്പ് പോലും അവര് മുറിക്കാൻ പാടില്ല. ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുന്ന കക്ഷികളെ എനിക്കും ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. അതെ, നമുക്ക് കുറച്ച് പൈസ ടോമിച്ചായനോട് ചോദിച്ചാലോ? നീ എന്തായി പറയുന്നത്? ഭയങ്കര നാണക്കേട്. ഓക്കെ, പിന്നെ ഈവനിങ് ഷിഫ്റ്റിൽ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാവേ. ഒരു സെക്കൻഡ്. ബൈ സഖാവേ. ഇവിടെയാണോ വീട്? 2 ആഴ്ച ആയിട്ടുമ്പോൾ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല കേട്ടോ. വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓഹോ, എന്താ ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാണ്ട്. രമേശോ, ഇവിടെ ഇതാണ് ലപ്പമ്പള സാധനം. ഇതിനിപ്പോ എത്ര കൊല്ലത്തെ മൂപ്പുണ്ടാവും? അതാണോ ഇപ്പൊ പ്രശ്നം? അതല്ല, അവനെന്താ അവിടെ പോയി സംസാരിക്കുക. അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ കോളനിക്കാർ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. ഞങ്ങളും ശ്രമിച്ചോട്ടെ, ഇത് മുറിക്കാൻ പറ്റുമെന്ന്. ഞാനേറ്റ് അവൻ നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ സ്വഭാവം അറിയില്ല. രാഹുൽ, ഞാൻ താമസിക്കുന്ന വില്ലിലേക്ക് എത്രയും പെട്ടെന്നൊരു യൂണിറ്റ് അയക്കണം. എന്നിട്ട് ന്യൂസും അപ്പ് ചെയ്തോ. യുവ ആർജയുടെ വീട് CKM വളയുന്നു. CKM ജില്ലാ കമ്മിറ്റിന്ന് സെക്രട്ടറിയാണ് രമേശൻ. കേട്ടുണ്ടാവും. തനിക്കെന്താ കാര്യം? ആ മുറ്റത്തിക്കനെ പ്ലാവൊന്ന് മുറിക്കണം. പറ്റെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ. പാർട്ടിയോട് കളിക്കണ സൂക്ഷിച്ചു വേണം. പാർട്ടിയല്ല, പട്ടാളം വേണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ ആ മരം മുറിക്കുന്നില്ല. ഇത് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞ പ്രശ്നം. ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സുഹൃത്ത്, മര്യാദന്റെ ഭാഷയിൽ എന്നോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചേ. താൻ മറ്റേ ഭാഷ പറഞ്ഞു നോക്കി. ജെറി, പോലീസിനെ വിളിക്കും. കൊച്ചിയിൽ യുവ ആർജയുടെ വീട് CKM വളയുന്നു. ഇപ്പൊ ഞങ്ങൾ പോണ്. കൊറേ വെട്ടിമുറിച്ച് പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഈ പ്ലാവ് ഞങ്ങൾക്കൊരു വിഷയമല്ല. പാടോ അല്ല. പിന്നെ ഈ പ്ലാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മാഡം? അവര് വരുന്നു. വാ. ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ. ഇത് ശരിയാണോ? പ്ലാവോ? ഏത് പ്ലാവ്? ഇത് പ്ലാവാ? ഞാൻ അതിപ്പോഴാ കാണുന്നേ. പ്ലാവിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്ന്. ഈ 2 വില്ലകൾ നിൽക്കുന്ന പുറമ്പോക്ക് ഭൂമിയില്ല, അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന്. കയ്യേറ്റ ഭൂമിയോ? സഖാക്കളെ, ഭൂമാഫിയയുടെ ഇരകളാണ് ഈ 2 ആർജകളും. ഇവനെന്തായി പറയണേ? ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്റെ അടുത്താ എല്ലാ തെളിവും ഈ പെൺഡ്രൈവിന്റെ അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കോടതിയിൽ ഹാജരാക്കും. സത്യം ന്യൂസ് പുറത്തുവിടുന്നു. നഗരത്തിൽ വീണ്ടും ഭൂമാഫിയുടെ കയ്യേറ്റം. CKM കയ്യേറ്റ വിരുദ്ധ സമരത്തിലേക്ക്. അല്ല സഖാവേ, നമ്മള് തിരിച്ചു പോവുകയാണ്. അപ്പൊ പ്ലാവ് പ്രത്യയശാസ്ത്രപരമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ്. എത്ര അനുഭവം ഇവന്, എന്നാലും ചോദിക്കില്ല.